ഉമ്മച്ചി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി തരുമോ? ലോഡഡ് ഫ്രൈസ്. ലോഡഡ് ഫ്രൈസ് ആലോചിക്കട്ടെ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന്. ഇല്ല. അയാളൊരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലോഡഡ് ഫ്രൈസ് അല്ലേ? തട്ടിക്കൂട്ടി ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം. രാത്രിയായപ്പോൾ അയാന് ഭയങ്കര ആഗ്രഹം കേട്ടോ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ. ഞാനാണെങ്കിൽ ഇന്നുവരെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ ബോൺലെസ് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ചിക്കൻ മസാല പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ കൂടെ മിക്സ് ആക്കി വെച്ചു. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒത്തിരി ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് അതങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആ ചിക്കൻ്റെ പുറത്തേക്ക് കുറച്ച് മയോണൈസ്, കുറച്ച് കൂടുതൽ മയോണൈസ് ഒഴിച്ചു. പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. പിന്നെ മെയിൻ സാധനം ചീസ്, നന്നായിട്ട് ചീസ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ. ചീസാണ് ഇതിൻ്റെ മെയിൻ സാധനമേ. അപ്പോൾ എൻ്റെ സ്ലൈസ് ചെയ്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തൊരു സാധനം വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയാലും ഞാനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടേ ഞാൻ അവർക്കൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തു കേട്ടോ. പൊളി ടേസ്റ്റ് ആയിരുന്നേ. തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ടേസ്റ്റിംഗ് പരിപാടി കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആളിതാ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ആളിതാ ടേസ്റ്റ് ചെയ്യുവാണ്. അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയിമ ടേസ്റ്റ് ചെയ്ത് അയിമാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ സാധനം തീർന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ ട്രെയിൽ ഉണ്ടാക്കണേ ഉമ്മച്ചി എന്നൊരു അഭിപ്രായം എൻ്റെ മോൻ പറഞ്ഞു കേട്ടോ. കാരണം ഇത് ചെറുതായിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കൈയിട്ട് വന്നപ്പോൾ സാധനം തീർന്നു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ ട്രേ വാങ്ങിച്ചിട്ട് ഇനി വലിയ ട്രെയിൽ ഉണ്ടാക്കാം. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.